ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെടുന്നതോടുകൂടി അവർക്ക് മുന്നണി രാഷ്ട്രീയത്തിൽ ചേക്കേറുക എന്ന ആഗ്രഹം വെൽഫെയർ പാർട്ടിക്കുണ്ടായി. വെൽഫെയർ പാർട്ടി നിരന്തരം LDF ഗവൺമെൻറ്റിനെതിരെയും CPMനെതിരെയുമുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. മീഡിയ വണ്ണിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഇടതുപക്ഷ വിമർശനങ്ങൾ UDFന് അനുകൂലമായി തോന്നിയ കാരണം കൊണ്ട് രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഒന്നുമില്ലെങ്കിലും തങ്ങളുടെ ക്യാമ്പയിൻ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും സാധിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ സാധ്യതയാണിപ്പോൾ UDFും വിശിഷ്യ മുസ്ലിം ലീഗും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഘട്ടത്തിൽ തന്നെ CPMും വലിയ രീതിയിലുള്ള വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും അതോടൊപ്പം അവരുടെ വോട്ടും പല ഘട്ടങ്ങളിലും CPM സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല രീതിയിലുള്ള ബന്ധം CPM സൂക്ഷിച്ചിരുന്നു. ആവശ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ LDF ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വെൽഫെയർ പാർട്ടിക്കെതിരെ സംഘടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മീഡിയ വണ്ണിൻ്റെ നേതൃത്വത്തിൽ CPMനെതിരെ വലിയ രീതിയിലുള്ള വർഗീയ ക്യാമ്പയിൻ ജമാഅത്തെ ഇസ്ലാമിയും നടത്തുന്നു. ബോധപൂർവമായ വ്യാജ പ്രചരണങ്ങൾ നടത്തി CPMനെ സംഘപരിവാർ സംഘടനയോടൊപ്പം ചേർത്ത് പറയുന്ന രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പയിൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ നടത്തിയ സംഘപരിവാർ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകളെടുത്ത തൃപ്പൂണിത്തറ MLA ആയിരുന്ന M സ്വരാജിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ C ദാവൂദും മീഡിയ വണ്ണും പരിശ്രമിച്ചിരുന്നു. CPM എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന വ്യാപകമായ നറേഷൻ സൃഷ്ടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും C ദാവൂദും പരിശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല.